എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ്. മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് നെയിമാണ് റെഡ്മി എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെഡ്മി നോട്ട് 9 ലൈനപ്പിലെ നോട്ട് 9 ആണ് ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നോട്ട് 9 നോട്ട് 9 പ്രോയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സറാണ്. നോട്ട് 9 യൂസ് ചെയ്തിരിക്കുന്നത് മീഡിയാടെക് ഹീലിയോ G85 എന്നൊരു പ്രോസസ്സറാണ്. നോട്ട് 9 പ്രോയിൽ യൂസ് ചെയ്യുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ക്വാൽകോം കമ്പനിയുടെ സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറയുന്ന അവരുടെ ലേറ്റസ്റ്റ് ചിപ്സെറ്റ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. പെർഫോമൻസ് ബെഞ്ച് മാർക്സ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നോട്ട് 9 പ്രോയിന് ഏതാണ്ട് 36% പെർഫോമൻസ് കൂടുതലുണ്ട്. കുറച്ചുകൂടി ഗൂഗിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ബോക്സിൻ്റെ കൂടെ വരുന്നത് ഒരു വാറണ്ടി കാർഡ്, സിം എജക്ടർ ടൂൾ, പിന്നെ ഒരു സോഫ്റ്റ് കേസും വരുന്നുണ്ടാവും. മെയിൻ ക്യാമറ 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്പ്ലേ ക്യാമറ 13 മെഗാ പിക്സലുമാണ്. 5020 mAh ആണ് ഇത്തവണ ബാറ്ററി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിന് 18 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. ഫാസ്റ്റ് ചാർജർ തന്നെയാണ് ഇതിൻ്റെ ബോക്സിൽ വന്നിരിക്കുന്നത്. അതും നല്ലൊരു കാര്യമാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൊറില്ല ഗ്ലാസ് 5 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം താഴെ വീണ് കഴിഞ്ഞാലും പെട്ടെന്നൊന്നും അങ്ങനെ സ്ക്രീൻ ഷാറ്റർ ചെയ്യില്ല എന്നുള്ളതാണ്. ഇതിൽ ടൈപ്പ് സി ആണ് ചാർജിങ് കേബിളും വരുന്നത്. ഇതിൻ്റെ ചാർജറിൽ നമുക്ക് കാണാം 20 വാട്ട്സിൻ്റെ ആണ് ഔട്ട്പുട്ട് കാണിക്കുന്നത്. 5000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യാനുള്ള ചാർജ് ഉണ്ടാവും. ബൂട്ടപ്പ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഏകദേശം 21 സെക്കൻഡ് എടുത്തു ഇത് ബൂട്ടപ്പ് ആകാനായിട്ട്. നോർമലി നമ്മൾ MIയുടെ ഫോണുകളിൽ കാണുന്ന അതേ ആപ്പ് ലേ ഔട്ടും ആപ്പ് ഐക്കൺസും തന്നെയാണ് ഇതിലും വരുന്നത്. ഇതാണ് ഇതിലുള്ള മെയിൻ ഡിഫറൻസ്. ഗൂഗിളിൻ്റെ ആപ്സ് ആണ് എംഫസൈസ് ചെയ്തത്. പ്രത്യേകിച്ച് കോൺടാക്ട്സ് ആയാലും മെസ്സേജിങ് ആയാലും MIയുടെ ഉപയോഗിക്കാതെ ഗൂഗിളിൻ്റെ ആപ്സ് ആണ്. ഇനി ഇതിൻ്റെ ക്യാമറ ലേ ഔട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു ഷോർട്ട് വീഡിയോ, ഒരു 15 സെക്കൻഡോളം നീണ്ടിരിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്ലോ മോഷനും ഷൂട്ട് ചെയ്യാൻ കഴിയും. ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പോരാത്തതിന് ഒരു ഡെഡിക്കേറ്റഡ് 48 മെഗാ പിക്സലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, പാനോരാമ മോഡ്, പിന്നെ ഒരു പ്രോ മോഡിൽ ഇതിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ലെൻസ് യൂസ് ചെയ്ത് ഫോട്ടോ ഷൂട്ട് ചെയ്യാം. മാക്രോ ലെൻസ് ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അൾട്രാ വൈഡ് ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ വൈഡ് ലെൻസ് ഷൂട്ട് ചെയ്യാം. അതൊരു വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ക്യാമറ സെറ്റപ്പ് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളത് തന്നെയാണ്. നമ്മൾ 2x സൂം ചെയ്ത് കഴിഞ്ഞാലും സബ്ജക്റ്റ് ഒരുപാട് ബ്ലർ ആകാതെ, അല്ലെങ്കിൽ ഒരുപാട് ഡിസ്റ്റോർട്ട് ആകാതെ അത്യാവശ്യം ക്ലാരിറ്റിയിൽ തന്നെയാണ് നമുക്ക് 2xലും ഷൂട്ട് ചെയ്താൽ കിട്ടുന്നത്. ഫ്രെയിം കൊടുത്തിരിക്കുന്നതെല്ലാം പ്ലാസ്റ്റിക് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്കതായിട്ടൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് കയ്യിൽ പിടിക്കുമ്പോൾ അതൊരു പ്ലാസ്റ്റിക് ഫീൽ തോന്നാറുണ്ട്. ഇനി എൻ്റെ പേഴ്സണൽ വേർഡിക്റ്റ് ഞാൻ പറയാം. റെഡ്മി നോട്ട് 9 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ അവർ കൂടുതൽ ഗൂഗിളിൻ്റെ ആപ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് MIയുടെ തന്നെ ആപ്സ് യൂസ് ചെയ്യാതെ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.